ഹായ്. കുറേ പേരൻസിനുള്ള ഒരു തെറ്റിദ്ധാരണയാണ് കുട്ടി സ്വയമേ നടക്കുന്നതിന് മുന്നേ ഒരു 7-8 മാസങ്ങളിലൊക്കെ വാക്കർ കൊടുത്തു തുടങ്ങിയാൽ കുട്ടി നേരത്തെ തന്നെ നടക്കാൻ ശ്രമിക്കും എന്നുള്ളത്. ശരിക്കും അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വാക്കർ അധികം യൂസ് ചെയ്തതെന്ന് പറയുന്നത് വെച്ചാൽ, പ്രധാനമായിട്ടും കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് പ്രോക്സിമലിൽ നിന്ന് ഡിസ്റ്റലിലോട്ടാണ്. അതായത് ഒരു കുട്ടി താനെ ഇരുന്ന് അതേപോലെ തന്നെ അവൻ പിടിച്ചെഴുന്നേൽറ്റ് സ്വന്തമായിട്ട് നിന്നതിന് ശേഷം നടക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടിയുടെ ആ ഒരു ബാക്ക് മസിൽസൊക്കെ ഡെവലപ്പ് ആയതിനു ശേഷം കുട്ടിയുടെ ആ ഒരു തുടയിലെ മസിൽസൊക്കെ ഡെവലപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് വേണം താഴോട്ടുള്ള മസിൽസ് ഡെവലപ്പ് ആവുന്നത്. നമ്മൾ വാക്കർ നേരത്തെ കൊടുക്കുമ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, കുട്ടിക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് വരില്ല. അവർ വാക്കർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുട്ടി കാൽപാദം താഴെ മുഴുവനായിട്ട് ടച്ച് ചെയ്യൂല. കുട്ടീൻ്റെ ആ ഒരു കാലിൻ്റെ വിരൽ ഉപയോഗിച്ചിട്ടാണ് കുട്ടി കൂടുതലും പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടിക്ക് ഏത് ദിശയിലോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാനും സാധിക്കും. ചില കുട്ടികൾ സൈഡിലോട്ടായിരിക്കും കൂടുതൽ സഞ്ചരിക്കുക. അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു കാലിൻ്റെ ആ ഒരു മസിലിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അത് കാരണം ഭാവിയിൽ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ കുറേ നേരം ഈ ഒരു വാക്കിൽ ഇരിക്കുന്ന കാരണവും കുട്ടീൻ്റെ ആ ഒരു ഹിപ്പ് ജോയിൻറ്റിൻ്റെ പൊസിഷനൊക്കെ വേരി ആവാനും സാധ്യത കൂടുതലാണ്. ഹിപ്പ് മസിൽസിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആവാത്ത കാരണമൊക്കെ കുട്ടിക്ക് ഭാവിയിൽ നടക്കുന്നതിനൊക്കെ കുറച്ച് വേരിയേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ വാക്കർ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് കണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ് ടോ വാക്കിങ്, അതായത് കുട്ടികൾ മുടന്തി നടക്കാൻ ശ്രമിക്കൽ. പിന്നെ വേറൊരു പ്രശ്നം, ഈ വാക്കർ അധികം ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാകുന്നത് ആക്സിഡൻറ്റ്സ് ആണ്. കുട്ടിക്ക് ആ ഒരു വാക്കറിലിരിക്കുമ്പം ഏത് ദിശയിലോട്ട് വേണമെങ്കിലും പോകാം, അതേപോലെ തന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും സഞ്ചരിക്കാം. അത് കാരണം വീടുകളിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ കുട്ടി മറിഞ്ഞു വീഴുകയൊക്കെ ഉണ്ടായിട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരേണ്ട അവസ്ഥ കുറേ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കേഴ്സ് നേരത്തെ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് പയ്യെ പിടിച്ച് നടത്തിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്.